ഇനി ഇതിവിടെ വെച്ചാൽ ശരിയാവത്തില്ല. ഞാനിത് അടുക്കളയിലേ കബോർഡിന്റെ കീഴിൽ കൊണ്ടുവെക്കാം. നീ ഇത് ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. ഇവിടുത്തെ 2 പീക്കിരികൾ കണ്ടാലത്തെ സ്ഥിതി അറിയാമല്ലോ. അന്നേരം തന്നെ അത് വലിച്ചു പറിച്ച് 4 പങ്കാക്കും. പിന്നെ കേശു പറഞ്ഞാല് അപ്പം തന്നെ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് വരും, റിപ്പയറിങ് തുടങ്ങും. അതുകൊണ്ട് ആരും അറിയരുത്. അറിയാലോ. നീ ഒരു കാര്യം ചെയ്, പതുക്കെ കതവ് തുറന്ന് അവിടെ ആരെങ്കിലും നിപ്പുണ്ടോ നോക്ക്. ഞാൻ പതുക്കെ അങ്ങ് അടുക്കളയിൽ കൊണ്ടുപോവാം. ചെല്ല്. இங்க வாப்பா. என்ன லட்சு? அந்த சஞ்சிக்கு உள்ளில என்ன இருக்கு? எனக்கு தெரியாது. ആ സഞ്ചിയിൽ എന്തോ ഉള്ളേ? எனக்கு தெரியல பாரு. ആന്റിയുടെ അടുത്ത് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. எனக்கு தெரியாது லட்சு. ആന്റി ആണല്ലോ അമ്മൂമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. അതുകൊണ്ട് സത്യം പറ. நிஜமா சொல்றேன், எனக்கு தெரியாது. ആന്റി അങ്ങനെ പറയാന്റി. நான் சொன்னா അമ്മ എന്നെ ശരിയാക്കുവാங்க. പറയല്ലേ ഞങ്ങള് ശരിയാക്കും. എന്റെ ഒരു കമാൻഡ് മതി, പിന്നെ വന്ന് ആക്രമിക്കും. வேண்டாம், நான் சொல்றேன். ஆனா அம்மா கிட்ட சொல்லக்கூடாது. இல்ல சொல்ல மாட்டேன். அந்த சஞ்சிக்குள்ள ரேடியோ. ரேடியோயா? உங்க அப்பூப்பா இருக்காங்கல்ல, அவங்களோடது. 40 வருஷம் பழக்கம் இருக்கான். அதுல பாட்டெல்லாம் பாடுமா, ஆகாசவாணின்னு சொன்னாங்க. ஆனா இப்போ அது ஒர்க் ஆகாது. அம்மா வந்து உங்கள்கிட்ட யார்கிட்டையும் சொல்லக்கூடாதுன்னு சொன்னாங்க. என்னன்னா இப்ப பிள்ளைங்க கேஸ் எல்லாம் தெரிஞ்சேன்னா அது நாசம் பண்ணுவாங்கன்னு சொன்னாங்க. ஓகே, சொல்ல மாட்டோம். நான் சொன்னேன்னு மட்டும் சொல்லக்கூடாது. പറയില്ല. நான் போட்டா? ഓ, ആ സഞ്ചിക്കകത്ത് അപ്പൂപ്പനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോ ആയിരുന്നു. അമ്മൂമ്മ പിടിക്കോ? ഏയ്, അമ്മൂമ്മ അപ്പുറത്ത് പറമ്പിൽ പോയേക്കുക. വരുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ സാധനം അടിച്ചു മാറ്റാൻ എന്റെ അമ്മായി കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. ഇതാ നിന്റെ അപ്പൂപ്പന്റെ റേഡിയോ. നൈസായിട്ട് എന്റെ അപ്പൂപ്പനെ വിളിച്ചാണോ? അല്ലടേ, ഡച്ചല്ലടേ. ഞാനൊരു കാര്യം പറയട്ടെ. ഇതേ രാംബാവന്റെ കാലത്തുള്ള സാധനമാ. നമ്മളിത് കയറി പണിത് കൊളവാക്കണ. പക്ഷെ എന്റെ ഭംഗിയൊന്ന് നോക്കിക്കേ, എന്ത് അടിപൊളിയായിട്ട് ഒരു സൂക്ഷിച്ചു വെച്ചേക്കുന്നേ. പിന്നെ ഇത് അലംഭാവൊന്നുമില്ല. അപ്പൊ നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒരു കൈ ട്രൈ ചെയ്യാം. നീയാ? നീ എങ്ങനെ? ഓ ഹലോ, ഞാൻ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഇടയിൽ കിടന്നാണ് വളർന്നത്. ഇത് തുറക്കുക, എന്നിട്ട് ഇതിന്റെ അകത്തെ കപ്പാസിറ്റർ, പിൻബോർഡ് സർക്യൂട്ട്, കോയിൽസ് ഇതെല്ലാം ചെക്ക് ചെയ്യാം. അതൊക്കെ ചെക്ക് ചെയ്യാൻ എനിക്കറിയാം. എന്നല്ല എന്നാ വിചാരിച്ചേ. എല്ലാരും കൂടെ ഇവിടെ വന്ന് കഥയും പറഞ്ഞിരിക്കാന്നോ? അമ്മൂമ്മ അപ്പുറത്തെ പറമ്പിലായിരുന്നില്ല. എന്താ? ഒന്നുമില്ല. എന്താണ് എല്ലാവരുടെ മുഖത്തൊരു കള്ള ലക്ഷണം? ഏതാണ്ട് കാര്യം
ഉറപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. ഇല്ലെന്ന് ഞങ്ങള് ഈ മാങ്ങ പറിക്കുന്ന ചർച്ചയിലായിരുന്നു. ആ അതെ അതെ അതെ. ചർച്ചയും ചെയ്തോണ്ട് ഇവിടെ നിന്നു. പടവലത്ത് കൊണ്ടുവന്ന് ചക്ക അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അത് വൃത്തിയാക്കണ്ടേ? അത് വെച്ച് അട ഉണ്ടാക്കണ്ടേ? ആ അട ഉണ്ടാക്കണം. ആ ഉണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ട് ഇവിടെ നിന്നാ മതി. അല്ല അമ്മമ്മ അത് വെട്ടിത്തുടങ്ങിക്കോ. വെളിച്ചെണ്ണയായിട്ട് ഞാൻ പുറകെ വരാം. എളുപ്പം അങ്ങോട്ട് വരണം. ആ ഈ 2 മാങ്ങ പറിച്ചിട്ട് വരാം. ആ ദൈവമേ, അമ്മൂമ്മ ആ സഞ്ചി എങ്ങനെ തുറന്നു പണി കിട്ടുമോ? ഞാൻ സഞ്ചിക്കകത്തേ ഇതേ അളവിലുള്ള വേറെ ബോക്സ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ അത് തുറന്നു നോക്കിയാ പെട്ട്. ഞാൻ കനകേച്ചവിടെ നിർത്തിയിട്ടാണ് വന്നേക്കണത്. അമ്മയെ കൊണ്ട് ആ സഞ്ചി തുറയിപ്പിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ അമ്മയുടെ ഓരോരോ കാര്യങ്ങൾ ബുദ്ധി തന്നെ. എന്തോരം ഉടായ്പല്ലേ ഞാൻ ഇത്തവണ ലീവിന് വന്നപ്പോ പഠിച്ചേക്കുന്നേ. ഇനി എന്തോരം പഠിക്കാൻ കിടക്കുന്നേ. തൽക്കാലം മോനെ ആ റേഡിയോ ഒന്നാക്കാൻ നോക്ക്. ഞാനാ ആ നീയല്ലേ ഏറ്റത്? നീയല്ലേ ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ കൂടെ കിടന്ന് വളർന്നത്. സിദ്ധുവേ, നിനക്കേ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അത്യാവശ്യം നന്നാക്കാൻ അറിയാവുന്ന എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് മക്കള് തന്നെ ഇത് നന്നാക്ക്. എന്നാ ഞാൻ തന്നെ നന്നാക്കാം അല്ലേ? റിസ്ക് ആണ്. നോക്കാന്ന്. என்னம்மா? ബാക്കിയുള്ളവരൊക്കെ എവിടെ? அங்க இருக்காங்க. വിളിക്കൂ. எதுக்கம்மா? വിളിക്കാൻ പറഞ്ഞാ വിളിച്ചാ മതി. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. லெச்சு, கௌரி, கல்லு, பாரு, பவானி. லெச்சு, கௌரி, கல்லு, பாரு சீக்கிரம் வாங்க. വരുന്നു വരുന്നു. എന്താ അമ്മൂമ്മ? സിദ്ധു എവിടെ? സിദ്ധു കടയിൽ പോയി. ഇതെന്താ? 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 ഇത് ഇന്ത്യ പുതിയതായിട്ട് വിക്ഷേപിക്കാൻ പോകുന്ന റോക്കറ്റിന്റെ ഭാഗമാ. ഇതിപ്പോ ഉണ്ടാക്കുന്നത് പാറമട വീടിന്റെ അടുക്കളയിലാ. എറിയാനുള്ള പരിപാടി ഇച്ചിരി ഒതുങ്ങിന്നോ. സത്യം പറഞ്ഞോണം. എന്റെ റേഡിയോ എവിടെ? സത്യം പറയാനാ പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ റേഡിയോയാ. അതെ, ഇങ്ങോട്ട് പോരുന്നപ്പോ എനിക്ക് അത് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. നിന്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചതാ. 40-40 വർഷം പഴക്കമുള്ള റേഡിയോയാ. അതും മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നത്. 40 വർഷം പഴക്കമുണ്ടാ? നീ മിണ്ടരുത്. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതിന് ഞാൻ എന്ത് ചെയ്ത്? കനകം, നീയും എന്നെ ചതിച്ചല്ലോ. ഗൗരി, എനിക്കറിയാം നീ അതെടുത്ത് പൊളിച്ചു വിൽക്കാൻ ശ്രമിച്ചു കാണും. അമ്മ, അമ്മയുടെ ഭർത്താവ് എന്ന് പറയുമ്പോ എന്റെ അച്ഛൻ, അതായത് ഇവരുടെ അപ്പൂപ്പൻ. അപ്പൊ അമ്മയ്ക്ക് അവകാശം ഉള്ളത് പോലെ തന്നെ ആ റേഡിയോയുടെ അവകാശം ഞങ്ങൾക്കും ഉണ്ട് അല്ലേ? ആ ആ അത് തന്നെ, അവകാശം ഞങ്ങൾക്കും ഉണ്ട്. ഓ, അപ്പൊ റേഡിയോയ്ക്ക് അവകാശം പറഞ്ഞു തുടങ്ങി. പഴയ റേഡിയോ, പുരാവസ്തു. അപ്പം മൊബൈലിലൊക്കെ നോക്കിക്കാണും ഇതിന് എത്ര രൂപ കിട്ടും, എവിടെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ എല്ലാരൂടെ കൂടി ആലോചിച്ചിട്ട് അതങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു കാണും. കറക്റ്റ്, അമ്മുമ്മയുടെ നിഗമനം കറക്റ്റ്. ഞങ്ങൾ അതിന്റെ വില ഓൺലൈനിൽ നോക്കിയായിരുന്നു. അമ്മായി ബാക്കി പറ. ആ, അങ്ങനെ ഓൺലൈൻ നോക്കിയിട്ട് ഞങ്ങൾ ഓൺലൈനിൽ വിൽക്കാനിട്ട് ഇട്ടപ്പ തന്നെ ഡിമാൻഡോട് ഡിമാൻഡ്. 2 ഇംഗ്ലണ്ടുകാര് $3 ലക്ഷം തരാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ പാഴ്സൽ ചെയ്തു. ആ ഞങ്ങൾ വിറ്റ് ഐറ്റം. നിങ്ങളെല്ലാരും എന്നെ ചതിച്ചില്ല. എന്റെ ഭർത്താവിന്റെ റേഡിയോ
ആ